നമ്മൾ നേരത്തെ നോക്കിയ അതേ പ്രോബ്ലം നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാൻ നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം എടുത്തെഴുതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ചോദിച്ചേക്കുന്നത് ഡയമീറ്റർ, അതായത് ഡയമെൻഷൻ ഓഫ് ദി സിലിണ്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഡയമീറ്ററും കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ദി സ്റ്റോക്കും കണ്ടുപിടിക്കണം. ഡബിൾ ആക്ടിങ് ടൈപ്പാണ്. പവർ തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്, കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്ന ഏത് ലോ കറസ്പോണ്ടിങ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ്ലി അതിൻ്റെ പോളിട്രോപ്പിക് ഇൻഡെക്സ് നമുക്ക് കിട്ടി. ഫൈനൽ പ്രഷർ P2 തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് റെവല്യൂഷൻ തന്നിട്ടുണ്ട്, ദെൻ ആവറേജ് പിസ്റ്റൺ സ്പീഡ് തന്നിട്ടുണ്ട്, നെഗ്ലറ്റ് ക്ലിയറൻസ് തന്നിട്ടുള്ളതുകൊണ്ട് ക്ലിയറൻസ് ഫാക്ടർ 0. സോ ഇതാണ് PV ഡയഗ്രാം ഓഫ് ദി കംപ്രസർ സെഡ് ഇൻ ദി പ്രോബ്ലം. ഇനി ഇതിനകത്ത് നമുക്ക് ലെങ്ത് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഇതാണ് എളുപ്പമാർഗ്ഗം അല്ലേ? ഇതിൽ കൂടുതൽ എളുപ്പമാർഗ്ഗത്തിൽ ലെങ്ത് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഓക്കെ, അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് സ്റ്റോക്ക്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുവരെ ഈ നേരത്തെ നോക്കിയ അപ്രോച്ചിന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, we know that mean effective pressure. Okay, so mean effective pressure PM is equal to, okay, we know that mean effective pressure PM is equal to work done per cycle, okay, divided by the piston displacement volume. Okay, so mean effective pressure is given by work done per cycle or per stroke. Okay, work done per cycle or per stroke divided by piston displacement. This is equal to n by n minus 1 P1 V1 into P2 by P1 raised to n minus 1 by n minus 1 divided by piston displacement volume is single stage അല്ലെങ്കിൽ clearance factor 0 ആയതുകൊണ്ട് piston displacement volume is same as V1. Okay, means Vs ആണല്ലോ നമ്മളുടെ piston displacement volume. This is equal to V1 in the case of a reciprocating compressor neglecting clearance. Okay, so ഈ V1 ഉം E1 ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ this is equal to n by n minus 1 P1 into P2 by P1 n minus 1 by n minus 1. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. നോക്കിക്കേ, P1 അറിയാം, P2 അറിയാം, n അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.2 divided by 1.2 minus 1, n-ൻ്റെ വാല്യൂ 1.2 ആണ്. P is 1 into 10 raised to 5 P1. P2 എന്ന് പറയുമ്പോഴത്തേക്കും 6 into 10 raised to 5 divided by 1 into 10 raised to 5 into n minus 1 by n. അപ്പോൾ 1.2 minus 1 divided by 1.2 minus 1. ഓക്കെ, സോ ഇത് പാസ്കലിലിട്ട് ചെയ്യാം. റേഷ്യോ ആയതുകൊണ്ട് വേണമെങ്കിൽ പാസ്കലിൽ കൺവേർട്ട് ചെയ്യാതെ 6/1 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ പുറത്ത് നോക്കുമ്പോൾ ഇവിടെ 1 ബാർ എന്നുള്ളത് 1 into 10 raised to 5 ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം.
From this we will get mean effective pressure PM is equal to 2.088 into 10 raised to 5 Pascal. Okay, 2.088 into 10 raised to 5 Pascal. അതുപോലെ we know that indicated power is given by IP, or it is equal to power P is equal to PM into LAN by 60. Okay, this is for a single acting type. Okay, so this indicated power for a double acting type is given as 2 into PM into LAN by 60. LAN by 60 for double acting type. Okay, so in this case we need this equation. Okay, കാരണം നമ്മുടെ പ്രോബ്ലത്തിനകത്തുള്ള റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഈസ് ദാറ്റ് ഓഫ് ഡബിൾ ആക്ടിംഗ് ടൈപ്പ്. ഓക്കെ, so therefore we will be taking this equation P is equal to 2 into PM into LN by 60. Okay, so using this equation we get okay, so power is given by, for a double acting type reciprocating compressor, 2 into PM into LAN by 60, where PM is the mean effective pressure, L is the stroke length, A is the area of the cylinder, N is the number of revolutions per minute divided by 60. So this power is given as 37 into 10 raised to 3 watts. PM നമ്മൾ കണ്ടുപിടിച്ചു 2.088 into 10 raised to 5 Pascal. Okay, so L നമുക്ക് നമ്മൾ നേരത്തെ ആദ്യമേ കണ്ടുപിടിച്ചതാണ്. L is equal to 0.7625 meters. അതുപോലെ N നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 100 RPM. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഓഫ് ദി സിലിണ്ടർ കിട്ടും. ഓക്കെ, സോ വെയർ, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു π/4 d സ്ക്വയർ. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ P ഈസ് ഈക്വൽ ടു 2 into PM into LN by 60 into π/4 t square. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള അൺനോൺ വേരിയബിൾ D മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നോൺ ആണ്. പവർ അറിയാം 37 into 10 raised to 3 watts. PM അറിയാം 2.088 into 10 raised to 5 Pascal. L അറിയാം 0.7625 meters. N അറിയാം 100 RPM. So substituting these values in this equation, we will get D is equal to 0.2985 meters. Okay, so ഈ ഒരു രീതിയിലും ഈ പ്രോബ്ലം ചെയ്യാം. സോ അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ദി സിലിണ്ടർ ഈസ് ഗിവൺ ആസ്, സോ dimensions of the cylinder is
obtained as D is equal to 0.2985 meters and length of stalk L is equal to 0.7625 meters. Okay, ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. സോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു മെത്തേഡ് ചെയ്തു, ഇതിപ്പോൾ വേറൊരു മെത്തേഡ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രീതി ചെയ്തതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമുക്ക് പുതിയൊരു ഫോമുല ഒന്ന് പഠിക്കാൻ. ഏത്? പവർ ഓർ ദി ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് എ കംപ്രസർ ഈസ് ഈക്വൽ ടു 2 into PM into LIN/60. ഓക്കെ, അതുപോലെ mean effective pressure is given as work done per stroke divided by piston displacement volume. ഈ ഒരു രണ്ട് ഇക്വേഷനും കൂടി നമുക്ക് പുതിയതായിട്ട് പഠിക്കാൻ പറ്റി. ഓക്കെ.